നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. അതായത് ഒരു 2 വീലർ സ്കൂട്ടി എങ്ങനെയാണ് ചെറിയ സ്പേസ് ഉള്ള റോഡിൽ തിരിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പലർക്കും ഈ തിരിക്കാനുള്ള പേടി കാരണം, അതായത് നമ്മൾ തിരിക്കുന്ന സമയത്ത് മറിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെ പേടി കാരണം പലരും ഓടിക്കാതെ തന്നെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നവരുണ്ട് പേടിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് 4 വീലിൻ്റെ ലൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാഹനം വീട്ടിലുണ്ട്, ലൈസൻസും ഉണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണെന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ല, അതുകൊണ്ട് ഈ ഒരു പ്രായത്തിന് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ഞാൻ തന്നെ പോയിട്ട് ഒട്ടുമേ പറ്റുന്നില്ല, അപ്പോൾ നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല. എൻ്റെ ജില്ല ഏതാണെന്ന് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഞാനിപ്പോൾ എടുത്തത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളൊരു സ്കൂട്ടി നമ്മൾ തിരിക്കണം, നമുക്ക് തിരിച്ചാ പോകേണ്ടതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും എന്ത്, നിങ്ങൾ ഈ സെൻറ്ററിൽ കൂടെ വരരുത്. നമ്മളെ തിരിച്ചാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ വരണം. ഈ സൈഡ് തന്നെ ചേർത്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ പതിയെ എന്ത് ചെയ്യാം, ഹാൻഡിൽ തിരിക്കുക. കാരണം ഇങ്ങനെ നമുക്ക് തിരിച്ചാലേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ തീരരുത്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ നിങ്ങൾ തിരിക്കരുത്, അതാണ് പെട്ടെന്ന് മറിഞ്ഞ് വീഴാനുള്ള ചാൻസാണ്. അപ്പം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ തിരിക്കരുത്. നിങ്ങളിപ്പോൾ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വന്ന് ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് പതിയെ തിരിക്കാവും. അപ്പം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചെയ്യാം, ആദ്യം ഇടത്തേക്കാല് കുത്തുക. കണ്ടോ, ഈ ഇടത്തേക്കാല് കുത്തിക്കൊണ്ട് ഇങ്ങോട്ട് ഹാൻഡിൽ തിരിക്കുക. കണ്ടോ, ഈ ഇടത്തേക്ക്, കാരണം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് തിരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ബാക്കിലേക്ക് എടുക്കുമ്പോൾ എങ്ങോട്ട് പോകും, അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കളയേണ്ട ഇങ്ങനെ തന്നെ പോകുള്ളൂ. കേട്ടോ, അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് ബാക്ക് സൈഡ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ഹാൻഡിൽ തിരിച്ച് പിടിക്കുക. ഇങ്ങനെ തിരിച്ച് പിടിച്ചതിന് ശേഷം നമ്മൾ 2 കാലും കൊണ്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെക്കുക. അപ്പം നമുക്ക് പോകാനുള്ള സ്പേസ് വേണം, അത്രയും നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലെടുക്കുക. അല്ലാതെ നമ്മൾ വീണ്ടും ഒരുപാട് ബാക്കിലേക്ക് പോകണ്ട. നമുക്ക് പോകാനുള്ള സ്പേസ് ആയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ആ ബ്രേക്ക് പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാലെടുത്ത് വെക്കണം. 2 കാലും കൊണ്ട് നമ്മൾ അങ്ങോട്ട് വെക്കേണ്ട കാര്യമില്ല. ഈ വെച്ചതിന് ശേഷം ഈ ഇടത്തെ കാലും കൊണ്ട്, എന്നിട്ട് ഈ ഇടത്തെ കാലും കൊണ്ട് നമ്മൾ ഇങ്ങനെ ചായ്ച്ചുകൊണ്ട് നമ്മൾ നേരെ നിൽക്കരുത്. കാരണം നേരെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, മറിഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചരിച്ച് വെക്കുക. വേണ്ട, ഈ ഒരു സൈഡിലോട്ട് തന്നെ ചരിച്ചുകൊണ്ട് ഇങ്ങനെ ഹാൻഡിൽ അങ്ങോട്ട് ചരിച്ച് വെക്കുക. ചരിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പതിയെ ആക്സിലേറ്ററെ വെച്ചോണ്ട് കണ്ടില്ലേ, പതിയെ കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കൊടുക്കരുത്, പതിയെ വെച്ചോണ്ട് ബ്രേക്കിൽ നിന്ന് പതിയെ അയച്ചു വിടുക. കേട്ടോ, പതിയെ അയക്കുമ്പോൾ അയക്കുന്നുണ്ട് ഈ ഒരു സാധനത്തെ ഇങ്ങനെ വരും. കേട്ടോ, 4 കുട്ടികൾ ഇങ്ങനെ തന്നെ പോകും, കേട്ടോ. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളൊരു സ്കൂട്ടി തിരിക്കാൻ വേണ്ടി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും, സെൻറ്ററിലേക്ക് വന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തിരിച്ച് ഇങ്ങോട്ട് പിടിച്ച് നമ്മുടെ കാലുകൾ, നമ്മളെ ഏത് കാലാണ് കുത്തേണ്ടത്, എങ്ങനെയാണ് തിരിക്കേണ്ടത്, എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നും മനസ്സിലാക്കാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ തിരിക്കരുത്. അതുകൊണ്ടാണ് നമുക്ക് മറിഞ്ഞ് വീഴുമെന്നുള്ള പേടി കുട്ടിയിലേക്ക് കയറാത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു സ്കൂട്ടി
എവിടെയും ഏത് റോഡിലും. കാരണം നമുക്കൊരു സ്കൂട്ടിയുടെ ആ ഒരു നീളം മതി, നമുക്ക് ഏത് വഴിക്കും എന്ത് ചെയ്യാം തിരിക്കാം. ഞാൻ ഉദാഹരണം ഇത് കാണില്ലേ, നമുക്ക് ഈ ഒരു നീളം കണ്ടില്ല, നമുക്ക് ഇത്രയും പോലെ ആ റോഡ് വേണമെന്നില്ല. കണ്ട നമുക്കിത് ബാക്കിലൊക്കെ സ്വല്പം ഒന്ന് അനങ്ങും, കാരണം ഇത്ര ഫ്രണ്ടിലേക്ക് അനങ്ങും. കണ്ടിത് കണ്ടല്ലേ, കണ്ട് ഇത്രയും സ്ഥലം മതി. കണ്ട ഈ ഒരു സ്ഥലം മതി നമുക്കൊരു സ്കൂട്ടി തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ ഹാൻഡ് തിരിക്കേണ്ടത്, അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങോട്ട് തിരിക്കണം. ഈ ഒരു കാരണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്ത് ചെയ്യരുത്, ഈ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കരുത്. നമ്മുടെ കാല് രണ്ടും നമുക്ക് ആ സ്റ്റാൻഡ് കാലിലായിരിക്കണം നിൽക്കാൻ, എന്നാലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽമെറ്റ് ഒന്ന് വെക്കാഞ്ഞത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായാലും ഏത് വഴിയിലാണെങ്കിലും നിങ്ങളൊരു സ്കൂട്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ തുടക്കമായി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പം ഒരു മറിഞ്ഞ് വീഴുന്നതായിട്ടൊക്കെ പേടിയൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.